സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ T20യിൽ ഇന്ത്യക്ക് 101 റൺസിൻ്റെ ഗംഭീര വിജയം. ഇന്ത്യ നേടിയ 175-6 എന്ന ഭേദപ്പെട്ട സ്കോർ പിന്തുടർന്ന സൗത്ത് ആഫ്രിക്ക വെറും 74 റൺസിന് ഓൾ ഔട്ടാകുകയായിരുന്നു. തകർച്ചയെ നേരിട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഉജ്ജ്വല പ്രകടനത്തിലൂടെ ഒറ്റയ്ക്ക് കരകയറ്റിയ ഹാർദിക് പാണ്ഡ്യയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നഷ്ടമായ ഇന്ത്യ ബാറ്റ് ചെയ്യുകയായിരുന്നു. സഞ്ജു സാംസണിന് പകരം ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറായി ടീമിലെത്തിയത് വീണ്ടും മലയാളി ആരാധകരെ നിരാശപ്പെടുത്തി. മൂന്നാം പന്തിൽ തന്നെ വൈസ് ക്യാപ്റ്റൻ ഗില്ലിനെ 4 റൺസിന് ഇന്ത്യക്ക് നഷ്ടമായി. ഒരു ഓവറിന് ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാറും എങ്കിടിക്ക് മുമ്പിൽ കീഴടങ്ങി. 7-ാം ഓവറിൽ 17 റൺസ് മാത്രമെടുത്ത അഭിഷേക് ശർമ്മ കൂടി മടങ്ങിയതോടെ ഇന്ത്യയുടെ 3-ാം വിക്കറ്റും നിലംപൊത്തി. പിന്നീട് 12-ാം ഓവറിൽ 26 റൺസെടുത്ത തിലക് വർമ്മയും എങ്കിടിക്ക് മുമ്പിൽ വീണു. 14-ാം ഓവറിൽ അക്ഷർ പട്ടേൽ മടങ്ങുമ്പോൾ 104-ന് 5 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. ഒരറ്റത്ത് വിക്കറ്റുകൾ നഷ്ടമാകുമ്പോഴും വമ്പൻ അടികളിലൂടെ ഹാർദിക് പാണ്ഡ്യ സ്കോർ ബോർഡിന് ജീവൻ വെപ്പിച്ചു. അവസാന ഓവറുകളിൽ കത്തിക്കയറിയ പാണ്ഡ്യ 25 പന്തിൽ നിന്നാണ് 50 പൂർത്തിയാക്കിയത്. ഒടുവിൽ 175-6 എന്ന സ്കോറിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു. ഇതിനിടയിൽ പാണ്ഡ്യ T20യിൽ 100 സിക്സർ എന്ന നേട്ടവും കൈവരിച്ചു. സൗത്ത് ആഫ്രിക്കയുടെ മറുപടി ബാറ്റിംഗിൽ 2-ാം പന്തിൽ തന്നെ ഡി കോക്കിനെ 0-ന് പുറത്താക്കി അഷ്ദീപ് സിംഗ് ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. അടുത്ത ഓവറിൽ സ്റ്റബ്സിനെ മടക്കി അഷ്ദീപ് വീണ്ടും സൗത്ത് ആഫ്രിക്കയെ ഞെട്ടിച്ചു. ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ഇന്ത്യൻ ബൗളേഴ്സിന് മുമ്പിൽ പതറിയ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ വിക്കറ്റുകൾ നഷ്ടമാക്കി മത്സരം അടിയറവ് വെച്ചു. ബുംറ T20യിൽ 100 വിക്കറ്റ് നേട്ടവും കൈവരിച്ചിരുന്നു. ഒടുവിൽ വെറും 74 റൺസ് എടുത്ത സൗത്ത് ആഫ്രിക്ക T20യിൽ തങ്ങളുടെ ഏറ്റവും ചെറിയ സ്കോറിന് ഓൾ ഔട്ടായി. പരമ്പരയിലെ 2-ാം മത്സരം ഡിസംബർ 11 വ്യാഴാഴ്ച നടക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.